ഹലോ സ്റ്റുഡൻസ്, എജുമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് NOASലെ TMA അഥവാ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് എന്നതിനെ കുറിച്ചാണ്. ഏതായാലും NOASലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് TMA, ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. NOAS പഠിക്കുന്ന ഓരോ വിദ്യാർത്ഥിയും ഓരോ വിഷയത്തിനും അസൈൻമെന്റ്സ് തയ്യാറാക്കുന്നതാണ് TMA കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഓക്കെ, NOAS TMA സബ്മിഷൻ ഡേറ്റിനെ കുറിച്ചും അതിന്റെ ഫുൾ പ്രോസസ്സിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. 6 മാസം കൊണ്ട് ഓൺലൈനായി +2 പൂർത്തിയാക്കാം. എജുമിയോടൊപ്പം കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, എന്താണ് TMA എന്ന് നോക്കുകയാണെങ്കിൽ, TMA സ്റ്റാൻഡ്സ് ഫോർ ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് ആണ് TMA കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഈച്ച് സബ്ജക്ട് എക്സെപ്റ്റ് പ്രാക്ടിക്കൽ ഓൺലി സബ്ജക്ട്. ഇത് എല്ലാ സബ്ജക്റ്റിനും ബാധകമാണ്. ഇറ്റ് ഈസ് കമ്പൽസറി ഫോർ ഈച്ച് സബ്ജക്ട്. ഓരോ സബ്ജക്റ്റിനും ഇത് നിർബന്ധമാണ്. പ്രാക്ടിക്കലിന് ഒഴികെ, പ്രാക്ടിക്കൽ എന്തായില്ല, അസൈൻമെന്റ്സ് ആവശ്യമില്ല. ഓക്കെ, ക്യാരീസ് 20% ഇന്റർണൽ മാർക്ക്. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അസൈൻമെന്റ്സിന് എല്ലാം 20% ആണ് മാർക്കുകൾ വരുന്നത്. ഓക്കെ, മസ്റ്റ് ബി സബ്മിറ്റഡ് ബിഫോർ എക്സാം രജിസ്ട്രേഷൻ. ഓരോ എക്സാം രജിസ്ട്രേഷന്റെ സമയത്തിന് മുമ്പാണ് ഇത് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതായത് 2026 രജിസ്റ്റർ ചെയ്യാൻ പോകുന്നവർക്ക് സമയം തുടങ്ങുന്നത് ഏകദേശം നവംബർ സമയത്തായിരിക്കും അവരുടെ രജിസ്ട്രേഷൻ സമയം സ്റ്റാർട്ട് ചെയ്യുക. അവർ എക്സാം വരുന്നത് ഏപ്രിലായിരിക്കും. അപ്പോൾ ആ സമയത്തിന് തൊട്ട് മുമ്പായിട്ട് ജനുവരി 31 മുമ്പായിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത്. എന്നാലോ നെക്സ്റ്റ് ടേം ബ്ലോക്ക് 2 ആളുകൾ സബ്മിറ്റ് ചെയ്യേണ്ടത് ജൂലൈ 31 മുമ്പായിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മൾ വേർ ടു ഡൗൺലോഡ് TMA അസൈൻമെന്റ്സിനുള്ള ക്വസ്റ്റ്യൻസ് അത് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യും എന്നുള്ളത് നോക്കുകയാണെങ്കിൽ, NOASന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള NOAS.ac.in എന്ന വെബ്സൈറ്റിൽ പോയിട്ട് സ്റ്റുഡൻസ് ഇൻഫോർമേഷൻ സെക്ഷൻ, അതായത് ഈ വെബ്സൈറ്റിൽ പോയാൽ തന്നെ നമുക്ക് സ്റ്റുഡൻസ് ലേണേഴ്സ് കോർണർ എന്നുള്ളൊരു സെഷൻ കാണാൻ പറ്റും. ആ സെഷനിൽ പോയിട്ട് ക്ലിക്ക് ട്യൂട്ടർ മാർക്ക്ഡ് അസൈൻമെന്റ്സ് TMA എന്നുള്ളൊരു ഓപ്ഷൻ അതിലുണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലാസ് അക്കാദമിക് ഇയർ സബ്ജക്ട് സെലക്ട് ചെയ്താൽ കൃത്യമായിട്ടുള്ളൊരു PDF ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ആ ഡൗൺലോഡ് ചെയ്തെടുത്തതിൽ അതിൽ കൃത്യമായിട്ട് TMA കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വെച്ചിട്ട് നമ്മളാണ് അസൈൻമെന്റ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, ഇനി TMA എങ്ങനെ എഴുതണം എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ, A4 സൈസ് പേപ്പർ ആണ് ഉപയോഗിക്കേണ്ടത്. 1 സൈഡ് ഓൺലി, ഒരു സൈഡിലാണ് വെച്ചിട്ട് എഴുതേണ്ടത്. ഒരു സൈഡിൽ എഴുതിയിട്ട് നെക്സ്റ്റ് A4 എടുത്ത് അതിൻ്റെ ഒരു സൈഡിൽ അങ്ങനെ A4 സൈസ് പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, പിന്നെ നോക്കാനുള്ള ഹാൻഡ് റിട്ടൺ നീറ്റ്ലി യൂസിങ് ബ്ലാക്ക് ഓർ ബ്ലൂ പെൻ. ഹാൻഡ് റിട്ടൺ ആയിരിക്കണം, മസ്റ്റ് ആണ്. ഹാൻഡ് റിട്ടൺ ആയിരിക്കണം എന്നാണ് മസ്റ്റ് ആണ്. പ്രിന്റഡ് കോപ്പി പറ്റൂല മക്കളെ. TMAക്ക് പ്രിന്റഡ് കോപ്പി പറ്റൂല എന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. ഹാൻഡ് റിട്ടൺ ആയിരിക്കണം നിർബന്ധമാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഓർ ബ്ലൂ പെന്ന് കൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. പിന്നെ ഈച്ച് സബ്ജക്ട് ഷുഡ് ബി 1 or സെപ്പറേറ്റ് സെറ്റ് ഓഫ് ഷീറ്റ്സ്. ഓക്കെ, ഓരോ സബ്ജക്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഷീറ്റ് കൊണ്ടായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഈച്ച് സബ്ജക്ട് ഷുഡ് ബി ഓൺ എ സെപ്പറേറ്റ് ഷീറ്റ്. ഓരോ സബ്ജക്റ്റും സെപ്പറേറ്റ് ഷീറ്റിലായിരിക്കണം എഴുതിക്കുന്നത്. ബീങ് ഈച്ച് TMA വിത്ത് എ ഹെഡിങ്. ഓരോ TMA എഴുതുമ്പോഴും അതിന് കൃത്യമായിട്ടുള്ളൊരു ഹെഡിങ്ങോട് കൂടിയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ്, ഈ എഴുതിയ TMA എങ്ങനെ സബ്മിറ്റ് ചെയ്യണം, എപ്പോൾ സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ പോവുകയാണെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. ഓപ്ഷൻ A ഓൺലൈൻ സബ്മിഷൻ ആണ്. ഓൺലൈൻ സബ്മിഷൻ നമ്മൾ സൈറ്റിൽ കയറിയിട്ട് എൻറോൾ നമ്പർ എൻ്റർ ചെയ്തിട്ട് OTPയും TMA അപ്ലോഡ് എന്നുള്ള കാര്യത്തിൽ നിൽക്കിയിട്ട് അങ്ങനെയാണ് സ്കാൻ ചെയ്ത് PDF ആക്കിയിട്ടാണ് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു ഓപ്ഷൻ, ഓൺലൈൻ സബ്മിഷൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് TMAയിൽ നൽകുന്നുണ്ട്. അതല്ലാതെ രണ്ടാമതൊരു ഓപ്ഷനാണ് ഓഫ്ലൈൻ ആയിട്ടുള്ള സബ്മിഷൻ. എങ്ങനെയാണ് ഓഫ്ലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുക? അതാണ് നമ്മൾ TMA പോയിട്ട് അലോട്ടഡ് സ്റ്റഡി സെൻറ്റർ, നമുക്ക് അലോട്ട് ചെയ്ത സ്റ്റഡി സെൻറ്ററിൽ പോയിട്ട് ഓഫ്ലൈൻ ആയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ്. അവിടെയാണെങ്കിൽ റെസിപ്റ്റ് ഓർ സീൽ ഓർ പ്രൂഫ് സബ്മിഷൻ നിങ്ങൾക്ക് നിങ്ങൾക്ക് അവിടെ സബ്മിറ്റ് ചെയ്തതിൻ്റെ ഒരു റെസിപ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൂഫ് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾ കീപ്പ് ചെയ്ത് നിർബന്ധമാണ്. അതേപോലെ ഇനി TMAന്റെ സബ്മിഷൻ ഡെഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ ബിഫോർ ജനുവരി 1 ആണ്. 2026 TMA കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നിലവിലുള്ള NOASന്റെ TMAയുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ജൂലൈ 31 ആണ്. അതിപ്പോൾ ആകുന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരെങ്കിലും ഇനി ബാക്കിയുള്ളവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അസൈൻമെന്റ് ചെയ്തിട്ട് പൂർത്തിയാക്കി സബ്മിറ്റ് ചെയ്യുക. ഇനി 2026 കണക്ക്
നിങ്ങൾക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ജനുവരി 31 മുമ്പ് തന്നെ കൃത്യമായിട്ട് TMA എഴുതി സബ്മിറ്റ് ചെയ്യുക. അതിനു മുമ്പ് ഏറ്റവും നല്ലത് ഡിസംബറിൽ തന്നെ സബ്മിറ്റ് ചെയ്യുന്നതാണ്. ഏതൊരു കാര്യവും നേരത്തെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് തന്നെ വല്ലാത്തൊരു കോൺഫിഡൻറ്റ് വരുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് എത്രയും നേരത്തെ ചെയ്യാൻ പറ്റുമോ അത്രയും നേരത്തെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ എങ്ങനെയാണ് TMA എഴുതേണ്ടത് എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. കൂടെ തന്നെ ഓർമ്മപ്പെടുത്തുന്നു, എജുമിയുടെ NOASന്റെ കൃത്യമായിട്ടുള്ള ഒരു ഷെഡ്യൂൾഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വീഡിയോയിലുമായിട്ട് കാണാം. താങ്ക് യു ഓൾ.